വൈദ്യുതി പോസ്റ്റിൽ വലിച്ചിട്ടുള്ള സ്വകാര്യ കമ്പനികളുടെ കേബിൾ വഴി KSEBയുടെ ഖജനാവിൽ പ്രതിവർഷം എത്തുന്നത് ശതകോടികൾ. എന്നാൽ പോസ്റ്റിലെ കേബിളിൽ തട്ടിയും കുരുങ്ങിയുമുള്ള അപകടങ്ങളിൽ നഷ്ടപരിഹാരം നൽകാൻ KSEBയ്ക്ക് ഉത്തരവാദിത്തവും ബാധ്യതയുമില്ല. 5 വർഷത്തിനിടയിൽ ബോർഡിലെത്തിയത് 302 കോടി. പക്ഷെ നഷ്ടപരിഹാരത്തിന് വ്യവസ്ഥയില്ല. 5 വർഷത്തിനിടെ സ്വകാര്യ കേബിൾ വലിക്കാൻ അനുമതി നൽകിയതിലൂടെ 302.89 കോടിയാണ് വൈദ്യുതി ബോർഡിന് വരുമാനമായി ലഭിച്ചതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. പ്രതിവർഷം ശരാശരി 60 കോടി രൂപ ഈ ഇനങ്ങളിൽ കിട്ടുന്നു. എന്നാൽ വൈദ്യുതി പോസ്റ്റിൽ വലിച്ച കേബിളുകൾ കുടുങ്ങി ആളുകൾ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ നഷ്ടപരിഹാരത്തിന്റെ അർഹത സംബന്ധിച്ച വ്യവസ്ഥകൾ രൂപപ്പെടുത്തുന്നതും അനുവദിക്കുന്നതുമെല്ലാം സ്വകാര്യ കമ്പനികളാണെന്നും KSEB വിവരാവകാശ മറുപടിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ സ്വകാര്യ കേബിൾ കമ്പനികളും ഇത്തരത്തിൽ കർശന നഷ്ടപരിഹാര വ്യവസ്ഥ പിന്തുടരാത്തതിനാൽ അപകടത്തിൽപ്പെടുന്നവരാണ് ദുരിതത്തിലാകുന്നത്. നിലവിൽ കേബിൾ സംബന്ധമായ ജോലി ചെയ്യുമ്പോഴും അബദ്ധത്തിൽ കേബിളുമായി സമ്പർക്കത്തിൽ വരുമ്പോഴും എന്തെങ്കിലും കാരണവശാൽ KSEB ലൈനിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്ന സാഹചര്യമുണ്ടായാൽ വൈദ്യുതി സുരക്ഷാ പദ്ധതിയിൽ വ്യവസ്ഥ പ്രകാരം 2 ലക്ഷം രൂപ വരെ ആശ്വാസ ധനസഹായമായി അനുവദിക്കും. കേബിൾ TV, ഇന്റർനെറ്റ് സേവനദാതാക്കൾ എന്നിവർക്ക് 2 തരത്തിലാണ് കേബിൾ TV വലിക്കാൻ ഫീസ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതുതന്നെ നഗര ഗ്രാമപ്രദേശങ്ങളിൽ വ്യത്യാസവുമുണ്ട്. കേബിൾ TVക്ക് നഗര ഒരു വർഷത്തേക്ക് 337.64 രൂപയും ഗ്രാമീണ മേഖലയിൽ 163.19 രൂപയുമാണ്. ഇന്റർനെറ്റ് കമ്പനികൾക്ക് നഗരത്തിൽ 615.74 രൂപയും ഗ്രാമപ്രദേശത്ത് 307.87 രൂപയും ബോർഡിൽ അടയ്ക്കണം. വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയുടെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. എന്നാൽ സംസ്ഥാനത്ത് വൈദ്യുതി പോസ്റ്റുകളിൽ അനധികൃതമായി കേബിളുകൾ വലിക്കുന്ന സംബന്ധിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ലഭ്യമായിട്ടില്ല. ഇത് സംബന്ധിച്ച കേസുകളെ KSEB അനുബന്ധ ഓഫീസുകളിലേക്ക് കൈമാറിയെങ്കിലും മറുപടിയും കിട്ടിയിട്ടില്ല.